മീൻസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന മിനി മിൽട്ട ഫസ്റ്റാണ്. അപ്പോൾ മിനി മിൽട്ട സെക്കൻഡും ഉണ്ട്, ഫാസ്റ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പരമാവധി ആൾക്കാർ സബ് ചെയ്യണം. പിന്നെ വീഡിയോ ട്രെൻഡായി നിൽക്കുന്ന ഒരു ഗെയിമാണ് മിനി മിൽട്ട. അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു ഫ്രീ ഫയറിന് ശേഷം അടുത്തായിട്ട് ഡെവലപ്പായി ആയി വരുവാണ്. ഓരോ മിനി മിൽട്ടായ്സും ഇങ്ങനെ ഫ്രീ ഫയറിനേക്കാൾ വരുവാണ്. ഇപ്പോൾ ഫ്രീ ഫയർ നല്ലതാണ്, കുറ്റം പറയല്ല. എന്നാൽ നേരെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ശരി, ബൈ. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ കളിക്കാൻ നിൽക്കുന്നത് കുറേ പേരുണ്ട്. അപ്പം നമ്മളിത് കളിക്കാൻ പോകും. ആദ്യത്തെ തന്നെ അടിച്ചിട്ട് നൈസ്, കൊള്ളാം. ന്യൂബന്മാരാണെന്ന് തോന്നുന്നു. അല്ലല്ല കേട്ടോ, ചെറുതായിട്ട് പ്രോയൊക്കെ തന്നെയാണ്. ഞങ്ങളിത് സെക്കൻഡ് ടൈമിലാണ് കളിക്കുന്നത്. ആദ്യം ഞങ്ങളൊന്ന് കളിച്ച് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെയാണ് പിന്നെയാണ് ഞങ്ങളിതെടുത്ത കളിച്ച് നോക്കി. ഞങ്ങൾ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നാൽ ഒരിതേ ഉള്ളൂ, മിനി മിൽട്ട. അപ്പോൾ പുതിയ ഇവൻ്റ് ഒക്കെ വന്നത് നമ്മളിലെ കാട്ടാക്കട, കറുത്തമുട്ട, സായി പോപ്പി, റൊണാൾഡോ ഒക്കെ വന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം പിന്നെ എന്ന് വെച്ചാൽ മിനി മിൽട്ട 1 ഉണ്ട്, 2 ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ. ഈ 1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ച് ലെവലപ്പ് ചെയ്ത് അതിനകത്ത് കിട്ടുന്നൊരു ഗിഫ്റ്റ് ബോക്സ് വെച്ച് അത് അൺലോക്കായി അതിനകത്ത് ഇടുന്ന പൈസയും തോക്കും വെച്ചിട്ട് വേണം നമ്മൾ അടുത്തത് ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു തോക്കിനെ നമ്മൾ ഫുള്ള് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 2 വെച്ച് ഇങ്ങനെ വിലയൊക്കെ കൊത്തുള്ളൂ. പക്ഷേ അതാണ് ഇതിൻ്റെ കുഴപ്പം. പക്ഷേ 2ൽ അതല്ല. 2ലെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ 1ൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് മാച്ചപ്പ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ചുമ്മാ ഒരു ജോയിൻ കൊടുത്താൽ മതി. പക്ഷേ 2ലോട്ട് വരാൻ നേരത്ത് നമ്മളതിനകത്ത് സൈനിങ് ചെയ്തെങ്കിലേ നമുക്കത് ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാകത്തുള്ളൂ. പിന്നെ ആ 2ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംഭവം ഈ 1നെയൊക്കെ സ്പെഷ്യാലിറ്റിയാണ്. ഒന്നും അൺലോക്ക് ചെയ്യാൻ വേണ്ട, ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ട, ഇഷ്ടമുള്ളതൊക്കെ എപ്പോഴാണ് 2 വെച്ചങ്ങ് പോയി ഈ അടുത്ത. പക്ഷേ 2 വെച്ച് എടുക്കാൻ പറ്റുന്ന തോക്കായെങ്കിൽ ഈ 2 വെച്ച് എടുക്കാൻ പോകത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തോക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ പോയി അങ്ങ് എടുക്കാം. പിന്നെ നമുക്ക് ഓരോ സ്ഥലം മാറ്റാൻ പറ്റും. പിന്നെ നമുക്കെന്ന് വെച്ചാൽ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അടിക്കാതെ നമുക്ക് റാങ്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ 1ലാവാൻ നേരത്ത് നമുക്ക് ഇഷ്ടം അങ്ങോട്ട് കയറി ചെല്ലുക, ഓരോ കളി അടിക്കാൻ നേരത്ത് കുറച്ചെങ്കിലും കൂടും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അടിച്ച് നമ്മളിങ്ങനെ കിട്ടുമ്പോഴേ നമുക്ക് ഓരോന്ന് എടുത്തോളൂ. അപ്പം നമ്മളെ കളി ഇവിടെ ഇപ്പം ഞാനാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. 11 കില്ലാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഓൾഡ് പ്ലെയറൊക്കെ ആയതുകൊണ്ട് എനിക്ക് കോസ്റ്റ്യൂംസും പിന്നെ ഈ 2 തോക്ക് വെച്ചൊക്കെ എടുക്കാൻ പറ്റും. ഇതൊക്കെ കുറേ നാൾക്ക് മുമ്പെങ്ങാണ്ട് ഞാൻ എടുത്തതാണ്. അതിൻ്റെ ആ ഒരിതുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിൽ വരുന്നമാരൊക്കെ മോശമാണെന്നല്ല പറയുന്നത്, നല്ല പ്ലേയേഴ്സാണ്. നീക്ക് ഇതിനകത്തൂടെ കാണാം എന്നെ 10-15 വട്ടം വീഴ്ത്തുന്നുണ്ട് അവർ. പക്ഷെ നമ്മൾ റിവഞ്ച് എടുക്കാൻ വിടത്തില്ലല്ലോ ഗൈസ്. നിങ്ങൾക്ക് അറിയാവുന്ന ആരില്ല, മെട്രിക്സ് ഒരു ചാലഞ്ച് എടുത്താൽ പിന്നെ അത് പൂർത്തിയാക്കാൻ മടങ്ങത്തില്ല. അവൻ്റെ ഒരു കഥയില്ല.
ഇപ്പം അങ്ങനെ അവൻ മറ്റേ ഡബിൾ ബാലും കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കത്തില്ല. നമ്മളെന്താ ഉച്ചക്കിട്ടടി ഇപ്പം വേണ്ട പറഞ്ഞില്ല. എതിര് വരുന്നമാരും നല്ല, പക്ഷെ നമ്മളെ പേടിച്ചു കൊടുത്തപ്പോൾ എക്സിറ്റായി തോന്നുന്നു കേട്ടോ. അവൻ പോയി എന്തോ ചെയ്യാൻ. ഇപ്പോൾ വന്ന് മിനിമിട്ട് തന്നെ ബാൻ ചെയ്യുമെന്ന് തോന്നല്ല. ആയി ഗില്ലിടാൻ പാടി. അതെ തന്നെ കളിക്ക് ഒരു മാച്ച് ഓവർ ആയിക്കൊണ്ട് നമുക്ക് 22-23 ഇല്ലേ. നമ്മൾ ഇല്ലൊന്നും നോക്കത്തൊന്നുമില്ല. വന്ന്